മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളത്തിലെ ചില മാധ്യമങ്ങളിലും ചില വ്യക്തികളിലും ചില പത്രപ്രവർത്തകരിലും ചില രാഷ്ട്രീയ പാർട്ടികളിലും ഒതുങ്ങി നിന്ന് പത്രസ്വാതന്ത്ര്യത്തിൻ്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും എല്ലാം പേരിൽ സമൂഹത്തിൽ വളരെയേറെ നന്മ ചെയ്യുന്ന വ്യക്തികളെ താറടിച്ച് കാണിക്കുന്ന ഒരു പത്രസ്വാതന്ത്ര്യ പ്രവർത്തനം വളരെ തകൃതിയായിട്ട് നടന്നിരുന്നു. ഒരു യജ്ഞം പോലെ സമൂഹ സേവനം നടത്തുന്ന ആത്മീയ നേതാക്കളെ വളരെ വൃത്തികെട്ട രീതിയിൽ അവരെയെല്ലാം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതൊരു ധീരമായ നടപടിയാണെന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾ വളരെയധികം, ചുരുക്കം ചില മാധ്യമങ്ങൾ വളരെയധികം സമയം അതിനുവേണ്ടി ചെലവഴിക്കുകയുണ്ടായി. ഒരുപക്ഷെ അതിൻ്റെ എല്ലാം പരിണത ഫലം വളരെ പോസിറ്റീവായിരുന്നു. ഹൈന്ദവ ജനത നല്ല കാര്യമായി സംഘടിക്കാനും അതുപോലെ തന്നെ ഹൈന്ദവ ജനതയ്ക്കെതിരെ നിരന്തരം നടക്കുന്ന ആക്രമണത്തെ ശക്തമായ രീതിയിൽ പ്രതികരിക്കാനും ആത്മാഭിമാനത്തോടുകൂടി തല ഉയർത്തി നിന്ന് ഞങ്ങൾ ഹിന്ദുക്കളാണെന്നും ഹൈന്ദവ സംസ്കാരത്തെ സംരക്ഷിക്കുമെന്നും പ്രഖ്യാപിക്കാനും മാത്രമല്ല ഒറ്റക്കെട്ടായി നിന്ന് ഈ സമൂഹത്തിനെതിരെ നടക്കുന്ന ആക്രമണത്തെ എതിർക്കുമെന്ന് കാണിച്ചു കൊടുക്കാനും ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ളവരുടെ പ്രവർത്തനം, നെഗറ്റീവായിട്ടുള്ള പ്രവർത്തനം പോസിറ്റീവായി തീരുകയാണ് ചെയ്തത്. മാത്രമല്ല, കഴിഞ്ഞ ജനുവരിക്ക് അപ്പുറത്ത് നടന്ന ഇലക്ഷൻ സർവേ പ്രകാരം ജോൺ ബ്രിട്ടാസിന് അകമഴിഞ്ഞ സപ്പോർട്ട് കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയും അതിൻ്റെ നേതാക്കളും പ്രതീക്ഷിച്ചിരുന്നു അടുത്ത ഇലക്ഷന് 20 സീറ്റിൽ 14 സീറ്റെങ്കിലും അവർക്ക് ലഭിക്കുമെന്ന് സർവേ റിപ്പോർട്ടും അപ്രകാരം തന്നെയായിരുന്നു. പക്ഷേ 2 ദിവസം മുമ്പ് NDTVയിലും CNN, IBNലും അതുപോലെയുള്ള വെസ്റ്റേൺ ചാനലുകളും ഇടതുപക്ഷ ബുദ്ധിജീവികൾ ധാരാളമുള്ള ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ പ്രഗത്ഭരായ പ്രൊഫസറുടെ സർവേ റിപ്പോർട്ട് അനുസരിച്ച് 20-ൽ 14 സീറ്റ് ഇടതുപക്ഷത്തിന് ലഭിക്കുമെന്ന് പ്രഡിക്റ്റ് ചെയ്ത കേരളത്തിൽ 20-ൽ 4-ഓ 6-ഓ 4-നും 6-നും ഇടയ്ക്ക് സീറ്റായിരിക്കും ലഭിക്കുക എന്നും അതിന് കാരണം ഹൈന്ദവ ജനതയുടെ വളരെ പെട്ടെന്നുള്ള മാറ്റമാണെന്നും JNUവിലെ പ്രൊഫസർമാർ പ്രഖ്യാപിച്ചപ്പോൾ തീർച്ചയായിട്ടും ഒരു പരിധിവരെയെങ്കിലും ജോൺ ബ്രിട്ടാസിന് ഈ 14-ൽ നിന്ന് 4 to 6-ലേക്ക് കൊണ്ടുവരാനുള്ളൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് ഓരോ കാര്യങ്ങളും ഹൈന്ദവ ജനതയ്ക്കെതിരെ ഉള്ളത് അത്രയും ശുഷ്കാന്തിയോടുകൂടി കാണിക്കുന്നതിൻ്റെ പുറകിലെ ഉദ്ദേശം എന്താണെന്ന് എറണാകുളത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രം പറയുകയുണ്ടായി. ഒരു വലിയ വ്യക്തി മതാധിഷ്ഠിതമായിട്ട് കുറേയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ മകന് എറണാകുളത്ത് ഒരു ആശുപത്രി സ്ഥാപിക്കണമെങ്കിൽ, ആ ആശുപത്രി വളരണമെങ്കിൽ
ആശുപത്രി ഉയരണമെങ്കിൽ എറണാകുളത്തെ അമ്മയുടെ ആശുപത്രി കുറച്ചെങ്കിലും തളർന്നാലേ മതിയാവുള്ളൂ എന്ന് എറണാകുളത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രം പറയുകയുണ്ടായി, എഴുതുകയുണ്ടായി. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വളരെ വ്യക്തമല്ല. എന്നാലും അമ്മയ്ക്കെതിരെ പലതും എഴുതിയപ്പോൾ കുറച്ചെങ്കിലും തീയില്ലെങ്കിൽ പുകയുണ്ടാവുമോ എന്ന് ചോദിച്ചവരുടെ മനസ്സിൽ എറണാകുളത്തെ ദേശീയ ദിനപത്രം എഴുതിയ ഈ വാർത്ത, ഒരു വലിയ വ്യക്തിയുടെ മകൻ അല്ലെങ്കിൽ മരുമകൻ എറണാകുളത്ത് ഒരു ആശുപത്രി സ്ഥാപിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ ആശുപത്രി വളരണമെങ്കിൽ അമ്മയുടെ ആശുപത്രി തളരണം എന്നുള്ളത് മുമ്പിൽ കണ്ടുകൊണ്ട് ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്ത ഒന്നാണ് ഇത് എന്ന് എഴുതുമ്പോഴും അവിടെയും ഈ ചോദ്യം ഉദിക്കുന്നു, കുറച്ചെങ്കിലും തീയില്ലെങ്കിൽ പുകയുണ്ടാവുമോ എന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൊതുജനങ്ങളുടെ മനസ്സിൽ കുറേശ്ശെയാണെങ്കിലും വരുമ്പോഴും ഈ മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്ന് വേറെ ഒരു സംഭവത്തിന് കൂടി നേതൃത്വം നൽകി. അനവധി കാലമായിട്ട് പല വേദികളിലും ജ്യോതിഷത്തെയും ആൾദൈവങ്ങളെയും എതിർക്കുന്നു എന്ന പേരില് അടിമുടി ഹിന്ദുധർമ്മത്തെ എതിർക്കുന്ന ഒരു വ്യക്തിയെ ഹൈന്ദവ ജനതയെ കൊണ്ട് ശരിക്കും പ്രതികരിപ്പിക്കുകയുമുണ്ടായി. അതിനും കാരണം ഒരു പക്ഷേ ഈ മാധ്യമങ്ങൾ തന്നെയാണ്. ഏത് മാധ്യമമാണോ ഈ വ്യക്തിയെ ഉയർത്തി കാണിച്ച് ഹൈന്ദവ ജനതയുടെ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഇല്ലാതെയാക്കാൻ ആത്മീയ മാർഗത്തിലൂടെ വിപ്ലവാത്മകമായ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, ആ വ്യക്തിക്ക് വേണ്ടി ഈ മാധ്യമങ്ങൾ എല്ലാവിധത്തിലുള്ള വാതിലുകളും തുറന്നു കൊടുത്ത് ഉയർത്താൻ ശ്രമിക്കുമ്പോൾ ആ വ്യക്തി പോലീസ് സ്റ്റേഷനിലും പുറത്തും അനുഭവിക്കേണ്ടി വന്ന ആ ചിത്രവും ലോകത്തിൻ്റെ മുമ്പിൽ വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവും ആത്മീയ ജ്ഞാനവുമെല്ലാം കേൾക്കാൻ പോകുന്ന വ്യക്തികളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വ്യക്തിയുടെ മുമ്പിൽ പോയിട്ട് ഇനി ആത്മീയ അറിവ് നേടാനിരിക്കണമോ എന്ന ഒരു വലിയ സംശയം ഉദിക്കേണ്ടായി. നാട്ടുകാര് ചൂലുകൊണ്ട് കൈകാര്യം ചെയ്ത ഒരു വ്യക്തി എന്നുള്ള പേര് കൂടി ലഭിക്കാൻ ഇതേ മാധ്യമങ്ങൾ കാരണമായി. മാളിക മുകളിലേറ്റിയ മന്നന്റെ, മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ, തോളിൽ മാറാപ്പ് കയറുന്നതും അവനവൻ തന്നെ എന്ന രീതിയിൽ ഒരവസ്ഥ ഈ മാധ്യമങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ഇതെല്ലാം കൂടി ഒരു സംക്ഷിപ്തമായിട്ട് പറയാൻ കാരണം, 2 ദിവസമായിട്ട് പത്രങ്ങളിലെല്ലാം 2 വ്യക്തികളെ, ചാവറയച്ചനെയും ഏവുപ്രാസ്യ അമ്മയെയും വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ള വാർത്ത കണ്ടു. ഏതാണ്ട് 1 വർഷത്തിനു മുമ്പ് തക്കലക്കടുത്ത് നീലകണ്ഠപിള്ള എന്നൊരു വ്യക്തി പോർച്ചുഗീസ് ആർമിയിൽ പ്രവർത്തിച്ചിരുന്ന ആളോ, തിരുവിതാംകൂർ ആർമിയിൽ പ്രവർത്തിച്ചിരുന്ന ആളോ, പോർച്ചുഗീസുകാരും ഡച്ചുകാരും തമ്മിലുണ്ടായ യുദ്ധത്തിൽ മരിച്ച വ്യക്തിയെ അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചിട്ടാണ് മരിച്ചത് എന്ന ഒരു കാരണത്താൽ ക്രിസ്തുവിന് വേണ്ടിയോ ക്രിസ്തു മതത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരെണ്ണത്തിന് വേണ്ടിയോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ വെറും പട്ടാളനക്കാരനായിരുന്നൊരു മനുഷ്യനെ വാഴ്ത്തപ്പെട്ടവനും ആയിട്ട് പ്രഖ്യാപിച്ചു. അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നോക്കിയപ്പോൾ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. നീലകണ്ഠപിള്ള എന്ന പേര് നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിനെ വാഴ്ത്തപ്പെട്ടവനാക്കി പ്രഖ്യാപിച്ചപ്പോൾ കന്യാകുമാരി ജില്ലയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള കുറെ പിള്ളമാരെയും ഹിന്ദുക്കളെയും ഈ പേരിൽ മതപരിവർത്തനം നടത്താൻ സാധിക്കും. അങ്ങനെ ഒരു ഹിന്ദുവിനെ
ബെനഡിക്റ്റ് ചെയ്യുമ്പോൾ, വാഴ്ത്തപ്പെട്ടവനാക്കുമ്പോൾ, ആ വാഴ്ത്തപ്പെട്ടവനാക്കാൻ എന്തെല്ലാം കുൽസിത തന്ത്രമാണ് അതിൻ്റെ പുറകില് ക്രിസ്ത്യാനികൾ കളിച്ചത് എന്ന് ആൾദൈവത്തിനെതിരെ കുരിശുദ്ധം നടത്തുന്ന ഈ ജോൺ ബ്രിട്ടാസിന് ഒന്ന് ശ്രമിച്ചൂടെ? ഹിന്ദുക്കൾക്കെതിരെ മാത്രം വാളോങ്ങുന്ന മാധ്യമങ്ങള്, ഹൈന്ദവ ജനതയ്ക്ക് വേണ്ടി സേവനം നടത്തുന്നവരെ വിരൂപമായ രീതിയിൽ ചിത്രീകരിച്ച് വിചിത്രമായ പേരുകൾ കൊടുത്ത് അവരെ അവഹേളിക്കുമ്പോൾ ഒരു നന്മയും ചെയ്യാതെ യുദ്ധത്തിൽ മരിച്ചു എന്ന കാരണത്താൽ അയാളെ വാഴ്ത്തപ്പെട്ടവനാക്കി ഉയർത്തി അയാൾക്ക് വേണ്ടി പള്ളി പണിയുമ്പോൾ അതിൻ്റെ പുറകിലുള്ള ആൾ ദൈവത്വം മരിച്ചതിന് ശേഷം ദൈവമായിട്ട് പ്രഖ്യാപിക്കാം. അപ്പൊ പിന്നെ അയാളൊന്നും ചോദിക്കില്ലല്ലോ. ആരുടെയെങ്കിലും വയറുവേദന മാറി, കരൾ വേദന മാറി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് തെളിവൊന്നുമില്ലല്ലോ. വേദന ഉള്ളവന്റെ വേദനയാണോ മാറിയത്, വേദന അനുഭവിച്ചവന്റെ വേദനയാണോ മാറിയത്? അല്ല, ഇയാളെ വാഴ്ത്തപ്പെട്ടവനായിട്ട് കാണാൻ ആഗ്രഹിച്ച കുറെ പേര് രോഗമുണ്ടെന്ന് അഭിനയിച്ച് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് രോഗം പോയി എന്ന് പറഞ്ഞവനാണോ? ഈ നുണകളെല്ലാം കേരളത്തിലും ഭാരതത്തിലും ലോകത്തിലും ഒരു വിഷമവുമില്ലാതെ സാധിക്കുന്നതാണല്ലോ. സെയിന്റ് ഫ്രാൻസിസ് സേവിയർ 40,000 ഹിന്ദുക്കളെ കൊന്ന ഒരു വലിയ കൊലയാളി ആയിരുന്നിട്ടും അയാളെയും വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാനും കേരളം മുഴുവനും സെയിന്റ് ഫ്രാൻസിസ് സേവിയറുടെ പള്ളി ഉണ്ടാക്കാനും എല്ലാം കച്ചകെട്ടി വന്നവര് ഇന്ന് ഭരണങ്ങാനത്തെ അൽഫോൺസാമ്മയെ വിശുദ്ധയാക്കിയപ്പോഴും അവർ ഒത്തിരി കാലം ഒരു ഭ്രാന്തിയെ പോലൊരു വീട്ടിനകത്ത് അടച്ചു പൂട്ടിയിട്ട അതേ അച്ഛന്മാരും പള്ളിക്കാരുമാണ് പിന്നീട് അവരെ വിശുദ്ധയാക്കി പ്രഖ്യാപിച്ചത്. അതിൻ്റെ ഉദ്ദേശം കേരളത്തിനകത്ത് കുറേ കർദിനാൾമാരും കുറേ വിശുദ്ധകളുമൊക്കെ ഉണ്ടായാൽ ഭാരതം മുഴുവനും 2020 മുമ്പ് മതപരിവർത്തനം നടത്താൻ ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുമെന്ന തുറന്ന പുസ്തകത്തിലെ വരികള് ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ളവർക്കൊന്ന് അന്വേഷിച്ചൂടെ? പത്രസ്വാതന്ത്ര്യമുണ്ട്, ചാനലുണ്ട്, വലിയൊരു പാർട്ടിയുടെ പിന്തുണയുണ്ട്. സത്യത്തിനും ധർമ്മത്തിനും അതുപോലെ അശാസ്ത്രീയമായത് ഇല്ലാതെയാക്കാനും ശാസ്ത്രത്തിനും വേണ്ടി നിലനിൽക്കുന്ന വ്യക്തി ജീവനോടെ ഇരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് രാപ്പകല് സേവനം നടത്തുന്ന വ്യക്തിയെ അവഹേളിക്കുകയും മരിച്ചതിന് ശേഷം അവരാൾ ദൈവങ്ങളായിട്ട് പ്രഖ്യാപിച്ച കുഴപ്പമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന പ്രഖ്യാപനത്തിനെതിരെ ഒന്ന് പ്രതികരിച്ചൂടെ? മാത്രമല്ല, ജോൺ ബ്രിട്ടാസ് വിശ്വസിക്കുന്ന ബൈബിള് പ്രകാരം മനുഷ്യൻ പാപിയാകുന്നു. ആദവും അവ്വയും ജ്ഞാനക്കനി തിന്നത് ദൈവത്തിൻ്റെ നിർദ്ദേശത്തിനെതിരായിട്ടാണ്. അത് ബുദ്ധിക്കും ശാസ്ത്രത്തിനും യുക്തിക്കും നിരക്കാത്തൊരു കെട്ടുകഥയാണ്. ആ കെട്ടുകഥയുടെ അടിസ്ഥാനത്തിലുണ്ടായ ആദിഭാവത്തെ ഇല്ലാതെയാക്കാൻ യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയെന്നും ആ യേശുക്രിസ്തുവിനെ സ്വാംശീകരിച്ച വ്യക്തിയാണ് പിന്നീട് വിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത് എന്നും ആ ആദവും അവ്വയും ഈ ജ്ഞാനക്കനി തിന്നതുകൊണ്ട് മനുഷ്യര് ദൈവനിർദ്ദേശം ലംഘിച്ചത് കൊണ്ട് പാപികളാണെന്ന് പറയുന്നത് കൊണ്ട് ഈ വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കപ്പെട്ട വ്യക്തികളെല്ലാം മനുഷ്യരായിട്ട് ജനിച്ചവരാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അവര് പാപികളാണല്ലോ. പിന്നെ പോപ്പ്, അദ്ദേഹവും മനുഷ്യനാണ്. ആജീവനാന്ത പോപ്പായിരിക്കുന്ന മനുഷ്യരുണ്ട്. കുറച്ചു കാലത്തേക്ക് ഒരു കോളേജിലെ ഉദ്യോഗസ്ഥർ പോലെയോ കളക്ടറേറ്റിലെ ക്ലർക്കിനെ പോലെയോ പോപ്പായിട്ടിരിക്കുന്നവരുണ്ട്. അവരും മനുഷ്യരായ സ്ഥിതിക്ക് പാപിയാണ്. അപ്പൊ ഈ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടവൻ മനുഷ്യനായ സ്ഥിതിക്ക് പാപിയാണ്, പോപ്പും പാപിയാണ്. അപ്പൊ ജോൺ ബ്രിട്ടാസിന് ഒന്ന് അന്വേഷിച്ചൂടെ, ഒരു പാപിക്ക് എങ്ങനെയാ വേറൊരു പാപിയെ പുണ്യവാളനാക്കാൻ സാധിക്കുക എന്ന്? മാത്രമല്ല, ജീവിച്ചിരിക്കുമ്പോ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാത്ത 2 പേരെയാ മിനിഞ്ഞാന്ന് വിശുദ്ധനാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവരെ വിശുദ്ധരാക്കാൻ പാകത്തിന് ഇവരെന്താ ചെയ്തത്?
കോടിക്കണക്കിന് ജനതയ്ക്ക് ഇന്ത്യക്കകത്തും പുറത്തും സേവനങ്ങളും മരുന്നുകളും ഭക്ഷണവും സഹായവും എത്തിച്ച് അനവരതം അവരുടെ മാനസികവും ശാരീരികവുമായ രോഗം മാറ്റിയ മാതാ അമൃതാനന്ദമയ്യെ ആൾദൈവം എന്ന് പറഞ്ഞ് കളിയാക്കിയ ഒരു വലിയ സമൂഹത്തിൻ്റെ മുമ്പിൽ രണ്ടുപേരും മരിച്ചു കഴിഞ്ഞാൽ അവരെ വിശുദ്ധരാക്കിയാൽ ആൾദൈവമായി മാറില്ലേ അവരല്ലേ ശരിക്കും ആൾദൈവം? അവർ മരിച്ചതിന് ശേഷം ആരുടെയോ വയറുവേദന മാറ്റി എന്ന് കള്ളത്തരമോ സത്യമോ പറഞ്ഞത് ഡോക്ടർമാർ തെളിയിച്ചു എങ്കിൽ 10,000-കണക്കിന് ഡോക്ടർമാർ, ഞാൻ അതേ വാക്ക് തന്നെ ഉപയോഗിക്കാം, 10,000-കണക്കിന് ഡോക്ടർമാർ ഏതാണ്ട് 8 ലക്ഷത്തോളം വരുന്ന രോഗികളുടെ ഈ രോഗം മാറ്റാൻ വേണ്ടി അമ്മയെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം, മാതാ അമൃതാനന്ദമയ്യെ. ആ 8 ലക്ഷം പേരുടെ രോഗം മാറിയെങ്കിൽ അപ്പൊ ഏറ്റവും ജീവിച്ചിരിക്കുന്ന വിശുദ്ധ ആരായിരിക്കും? സായിബാബയെ കണ്ട് ആയിരക്കണക്കിന് വ്യക്തികളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്, രോഗങ്ങളില്ലാതെ ആയിട്ടുണ്ട് എന്ന് രോഗികളും പ്രശ്നമുള്ളവരും പറയുന്നു. അവരാണല്ലോ തെളിയിക്കേണ്ടത്. ഈ ചാവറയച്ഛനും ഏവു പ്രാസ്യാമ്മയുമെല്ലാം അവര് വന്ന് പറഞ്ഞതല്ലല്ലോ ഞങ്ങളാണ് ഇവരുടെ രോഗം മാറ്റിയതെന്ന്. രോഗി തന്നെയല്ലേ രോഗം മാറി എന്ന് പറഞ്ഞത്. അപ്പൊ സായിബാബയുടെ അടുത്തേക്ക് പോയവര് രോഗത്തോടു കൂടി പോയി, അവരുടെ രോഗം മാറി തിരിച്ചു വന്നു, സായിബാബ ജീവനോടെ ഇരിക്കുമ്പോ തന്നെ. അപ്പൊ യഥാർത്ഥത്തിലുള്ള ദൈവം ആരാണ്? മരിച്ച് 1-2 വ്യക്തിയുടെ വയറുവേദന മാറ്റിയ അവരാണോ ആൾദൈവം? മരിച്ചതിന് ശേഷം ആൾദൈവമായിട്ട് ഒരു പാപിയെ മറ്റൊരു പാപി ദൈവമായിട്ട് പ്രഖ്യാപിക്കുക, വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുക. എന്നിട്ട് അയാള് യഹോവയ്ക്കും സാധാരണ മനുഷ്യനും ഇടയ്ക്ക് മധ്യസ്ഥനായിട്ട്, മീഡിയേറ്ററായിട്ട്, ബ്രോക്കറായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം അയാളെ ഏൽപ്പിക്കുക. അയാൾ എന്താ ചെയ്തത്? അത് പ്രത്യേകിച്ചൊന്നും അറിഞ്ഞൂടാ. ഭാരതത്തെ മുഴുവനും മതം മാറ്റാനുള്ള ഒരു വലിയ തന്ത്രം, ആ തന്ത്രത്തിനെ പുറത്തു നിന്ന് വലിയൊരു ആത്മീയ വിപ്ലവമായിട്ട് കാണാൻ മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ മുമ്പോട്ട് വരിക. എന്നിട്ട് വലിയ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ ഇവരെ വിശുദ്ധയാക്കി എന്ന് പറയുക, വിശുദ്ധനാക്കി എന്ന് പറയുക. അതിന് കാരണം 2 പേരുടെ വയറുവേദനയോ വേറെ ഏതോ അസുഖം മാറ്റി എന്ന് പറയുക. ശരിക്ക് മദർ തെരേസയെ കുറിച്ചും ഇത് തന്നെ പറഞ്ഞിരുന്നു. അസന്ദിഗ്ധമായിട്ട് ഡോക്ടർ ബിശ്വാസ് എന്ന് പറയുന്ന ആളും ഡോക്ടർ ഘോഷ് എന്ന് പറയുന്ന വ്യക്തിയും പറഞ്ഞു, ആ രോഗം മാറി എന്ന് പറഞ്ഞ രോഗി അനവധി കാലമായിട്ട് ഞങ്ങളുടെ ചികിത്സയിലാണ്, ഞങ്ങൾ ചികിത്സിച്ചത് കൊണ്ടാണ് ആ രോഗിയുടെ രോഗം മാറിയത്, ഒരു പ്രാർത്ഥനയും കൊണ്ടല്ല എന്നാ ഡോക്ടർമാർ ഡിക്ലെയർ ചെയ്തിട്ടും ആ രോഗിയുടെ രോഗം മാറി എന്ന പ്രഖ്യാപനം കൊണ്ട് മാത്രം മദർ തെരേസയെ വിശുദ്ധയാക്കിയതിൻ്റെ പുറകിലുള്ള ആ കുൽസിത തന്ത്രത്തെ പത്രസ്വാതന്ത്ര്യമുള്ള നമ്മുടെ നാട്ടില് തെറ്റുകളും അന്ധവിശ്വാസങ്ങളും തുറന്നു കാണിക്കാൻ ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ച ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ളവർക്ക് മദർ തെരേസയുടെ വിശുദ്ധയാക്കലും അതുപോലെ നീലകണ്ഠപിള്ളയെ വാഴ്ത്തപ്പെട്ടവനാക്കലും ഈ ചാവറയച്ഛനെയും ഏവു പ്രാസ്യാമ്മയെയുമെല്ലാം ഈ കേരളത്തിൽ നിന്ന് അനവധി വിശുദ്ധന്മാരുണ്ടായാൽ കേരളത്തെ അടിമുടി മതപരിവർത്തനം നടത്തി ആ മതപരിവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന ക്രിസ്ത്യാനികളെ കൊണ്ട് ഭാരതത്തിലുള്ള ഹൈന്ദവ ജനതയെ മുഴുവനും മതപരിവർത്തനം നടത്താനുള്ള ഒരു തുറന്ന പ്രഖ്യാപനം, ആ തുറന്ന പ്രഖ്യാപനത്തെ ഒന്ന് ചോദ്യം ചെയ്യാൻ ഈ ബുദ്ധിജീവികൾക്കും പുരോഗമനവാദികൾക്കും നല്ലൊരു അവസരമല്ലേ ഇത്? അല്ല, സായിബാബയെയും ശ്രീ രവിശങ്കരനെയും മാതാ അമൃതാനന്ദമയ്യെയും ഹിന്ദു ധർമ്മത്തിന് വേണ്ടി ഭാരതീയ പൈതൃകത്തിന്റെ ആധാരശിലകളായി നിലനിൽക്കുന്ന ഹൈന്ദവ പൈതൃകത്തിനെ മാത്രം താറടിച്ച് സമൂലം ഇല്ലാതെയാക്കാൻ വേണ്ടി ക്രൈസ്തവ ജനതയും പുരോഗമനവാദികളും മുസ്ലിങ്ങളും കൈകോർത്ത് പിടിച്ച് ചെയ്യുന്ന പ്രവർത്തനത്തില് ജോൺ ബ്രിട്ടാസ് ലീഡറായി നിൽക്കുകയാണെങ്കിൽ ഇതും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തുന്നത് നല്ലതല്ലേ? എന്തായാലും സത്യാന്വേഷിയാണല്ലോ. ആ സത്വാന്വേഷിക്ക്
ഈ ചാവറയച്ചന്റെ ചരിത്രവും ചാവറയച്ചന്റെ പേര് പറഞ്ഞ് വയറുവേദന മാറിയ വ്യക്തിയുടെ ചരിത്രവും അതുപോലെ ഏവു പ്രാസ്യാമ്മയെയും അവരുടെ പേര് പറഞ്ഞ് വയറുവേദനയോ അങ്ങനെയുള്ള അസുഖം മാറിയവരുടെയും എല്ലാം സത്യവും കൂടി ഒന്ന് പുറത്തേക്ക് കൊണ്ടുവന്നൂടെ? ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവ് ചിലരുടെ രോഗം മാറ്റുമെന്നുള്ളത് ലോകത്തിലെ അന്ധവിശ്വാസങ്ങളിലെ കൊടുമുടിയാണത്. ഈശ്വരൻ മാറ്റുമെന്ന് പറയുന്നത് തന്നെ ഹൈന്ദവ ജനത അങ്ങനെയൊന്നും വിശ്വസിക്കണില്ല. യഥാർത്ഥത്തില് ആ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാനും ആ ആശ്വസിപ്പിക്കുന്ന മനഃശാസ്ത്രത്തിലൂടെ രോഗം മാറാനും സാധിക്കുമെന്ന് വളരെ ഭംഗിയായിട്ട് ഫെയ്ത്ത് ഹീലിംഗിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജീവനുള്ള ഒരു വ്യക്തിക്ക് രോഗിയുടെ രോഗം മരുന്ന് പോലും ഇല്ലാതെ മാറ്റാൻ സാധിക്കുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ മരിച്ച വ്യക്തിക്ക് ജീവനുള്ളവന്റെ രോഗം മാറ്റാൻ സാധിക്കുമെന്ന് പറയുന്ന ഏറ്റവും വലിയ അന്ധവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലും കേരളത്തിന് പുറത്തും അനവധി വ്യക്തികളെ ഇപ്പോ വിശുദ്ധന്മാരും വാഴ്ത്തപ്പെട്ടവരുമായിട്ട് പ്രഖ്യാപിക്കുന്നു. അതിന് കൂട്ടുനിൽക്കുന്നു പുരോഗമനവാദികളും പുരോഗമന സാഹിത്യകാരന്മാരും ഇവിടുത്തെ യുക്തിവാദികളും ഇവിടുത്തെ പത്രമാധ്യമങ്ങളും എല്ലാം. അതേസമയത്ത് ജീവിച്ചിരുന്ന വ്യക്തിക്ക് സാധിക്കുന്ന സേവന പന്താവിലൂടെ നടത്തുന്ന നന്മകളെയെല്ലാം അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും അതിനെ താറടിച്ച് കാണിക്കാനും ഒരു ചളിപ്പുമില്ലാതെ പുറത്തു നിന്ന് നോക്കുന്ന ആർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ഒരു ഹിഡൻ അജണ്ടയുമായിട്ട് ക്രൈസ്തവവൽക്കരണത്തിന്റെയും ഇസ്ലാമീകരണത്തിന്റെയും ഭീകരഹസ്തവുമായിട്ട് ഈ പുണ്യാത്മാക്കൾ എന്ന് പറയുന്ന കർദിനാൾമാരും മൗലവിമാരും എല്ലാം പോകുമ്പോൾ ഒന്നുകൂടി ഓർമ്മിക്കുക, സത്യത്തിന്റെ വെളിച്ചത്തെ ഇല്ലാതെയാക്കാൻ എത്ര കാലം ഈ ചാനലുകൾക്കും ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ളവർക്കും സാധിക്കുമെന്നൊന്ന് ചിന്തിക്കുക. മാത്രമല്ല, ഇതിനോട് ചേർത്ത് തന്നെ വേറൊരു കാര്യവും കൂടി പറയട്ടെ. കേരളത്തിൽ ഇപ്രാവശ്യം നടക്കുന്ന ഇലക്ഷന് MP-മാരെയും MLA-മാരാവാൻ ഭാവിയിൽ പോകുന്നവരെയും എല്ലാം ചൂണ്ടിക്കാണിച്ചത് ഈ പള്ളിയിൽ അച്ഛന്മാരും ബിഷപ്പുമാരുമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നലെ കോട്ടയത്ത് ചെന്നപ്പോ അവിടെ മലയാള മനോരമയിൽ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നു, ബിഷപ്പുമാരെ എഴുതിയിരിക്കുന്നു ഞങ്ങളുടെ ഫോട്ടോ വെച്ച് ഇലക്ഷൻ പ്രവർത്തനം നടത്തരുതെന്ന്. അപ്പൊ ഇവിടുത്തെ കാൻഡിഡേറ്റിനെ തീരുമാനിച്ചത് മുഴുവനും പള്ളിയാണ്. അതിനെതിരെ ജോൺ ബ്രിട്ടാസിന് ഒന്നും പറയാനില്ലേ? ഹിന്ദു ഭൂരിപക്ഷമുള്ള തിരുവനന്തപുരത്ത് CPI-യുടെ കാൻഡിഡേറ്റ് പോലും ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഭൂരിപക്ഷമുള്ള കേരളത്തിലെ ഏതാണ്ട് 9.5 ജില്ലയിലും അവരുടെ കാൻഡിഡേറ്റ് ആണ്, ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും കാൻഡിഡേറ്റ് ആണ് നിൽക്കുന്നത്. ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും. പിന്നെ ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് മുഴുവനും ക്രിസ്ത്യാനികളുമാണെങ്കിൽ അത് കോൺഗ്രസിലെ ക്രിസ്ത്യാനികളോ CPM-ലെയും CPI-ലെയും ക്രിസ്ത്യാനികളാണെങ്കിൽ ഈ മതത്തിന്റെ പേരിൽ രാഷ്ട്രീയവും രാഷ്ട്രവും നിലനിൽക്കുന്നതിനെതിരെ അട്ടഹസിക്കുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും ഈ ബിഷപ്പുമാര് പറയുന്നവരെ ഇലക്ഷന് നിർത്തുന്നതിൽ ഖേദമൊന്നുമില്ലേ അവർക്ക്? അതിനൊരു സർവേ നടത്തിക്കൂടെ? അതിനു വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ നടത്തിക്കൂടെ? 20 വർഷം മാതാ അമൃതാനന്ദമയുടെ കൂട്ടത്തിൽ പ്രവർത്തിച്ച വ്യക്തി 15 വർഷം മുമ്പ് ഇന്ത്യയിൽ നിന്ന് പോയ വ്യക്തിയെ കൊണ്ട് 3 വർഷം മുമ്പ് വത്തിക്കാനിലെ വ്യക്തികള് കാശ് കൊടുത്ത് പ്രേരിപ്പിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ അമൃതാനന്ദമയിക്കെതിരെ എഴുതിപ്പിച്ച് ഇന്നും ഹിന്ദുവായി ജീവിക്കുന്ന ആ സ്ത്രീയെ കൊണ്ട് വേണ്ടതും വേണ്ടാത്തതും ഇല്ലതും ഇല്ലാത്തതും എല്ലാം കൂടി ഉള്ളതും ഇല്ലാത്തതും എല്ലാം കൂടി പറയിപ്പിക്കാൻ വേണ്ടി ഹവായ് ദ്വീപിൽ നിന്ന് വിമാന ടിക്കറ്റ് കൊടുത്ത് ന്യൂയോർക്കിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ജോൺ ബ്രിട്ടാസ് ന്യൂയോർക്കിൽ പോയിട്ട് ഒബാമയെ ഇന്റർവ്യൂ ചെയ്യുന്ന പവിത്രതയോടുകൂടി അമ്മയെയും ഹൈന്ദവ ജനതയെയും അമ്മയുടെ ആരാധകരെയും സമൂഹത്തിന് വേണ്ടി നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെയും തകർക്കാനും തളർത്താനും ക്രിസ്ത്യൻ മിഷണറിമാരുടെ മതപരിവർത്തനത്തിന്റെ ടാർഗറ്റ് പൂർത്തീകരിക്കാനും അതിന് ഇസ്ലാമുമായിട്ട് മീഡിയ വണ്ണിലൂടെ കൈകോർത്ത് പിടിക്കാനും അതിന് ഇവിടെയുള്ള സ്വാമിമാരെയും കൂടി കൂട്ടി യോജിപ്പിക്കാനും കൂടി ചേർത്ത് ചെയ്ത് അന്ത്യത്തില് എന്താ ഉദ്ദേശിച്ചത്?
ആ 650 വർഷം ഇസ്ലാം ഭരണത്തിന്റെ കീഴിലെ ചവിട്ടി അരയ്ക്കപ്പെട്ട ഹൈന്ദവ ജനത പിന്നീട് 250 വർഷം ക്രൈസ്തവരുടെ, പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരുമായ ക്രൈസ്തവരുടെ കീഴിൽ ചവിട്ടി അരയ്ക്കപ്പെട്ട ഹൈന്ദവ ജനത 1947 ശേഷം അല്പമെങ്കിലും സ്വതന്ത്ര വായു ശ്വസിക്കാൻ വേണ്ടി ആരംഭിക്കുമ്പോൾ എല്ലാ മതത്തിലുള്ളവർക്ക് നന്മ ചെയ്യുന്നവരെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികള് ഏതൊരു വാക്കുകൾ പറഞ്ഞാണോ അവരെ അവഹേളിച്ചത്, അത് പ്രത്യക്ഷമായിട്ട് മനുഷ്യരായി ജീവിച്ച പാപികളെ, മനുഷ്യനായി ജീവിക്കുന്ന പോപ്പ് വിശുദ്ധനാക്കി പ്രഖ്യാപിച്ചത് ആഘോഷിക്കുന്ന പത്രങ്ങള്, അതിൽ നിന്ന് മുതലെടുക്കാൻ മുമ്പിൽ നിൽക്കുന്ന അച്ഛന്മാര്, പള്ളി മേധാവികള്, മിഷണറിമാര്, പെന്തക്കോസ്തുകാര്, ഇവരെല്ലാം ചെയ്യുന്ന ഈ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു 10,000 ഇന്റർവ്യൂവും ഒരു 10,000 ദിവസത്തെ ചർച്ചയുമാക്കാനുള്ള വിഷയം മുമ്പിലുള്ളപ്പോൾ അത് മാത്രം തൊടാതെ, ന്യൂനപക്ഷത്തെ മാത്രം സ്പർശിക്കാതെ, സത്യത്തിന് നേരെ മുഖം തിരിച്ച് ധർമ്മത്തിന് നേരെ അടപ്പിട്ട് മൂടിയിട്ട് ഈ നന്മ ചെയ്യുന്നവരെ അവഹേളിക്കാൻ വേണ്ടി മുമ്പോട്ട് വന്ന ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ളവരും, അതിന് സപ്പോർട്ട് ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാരെ പോലെയുള്ളവരും, ബുദ്ധിജീവികളും പുരോഗമനവാദികളെന്ന് പറയുന്ന കുറെ വ്യക്തികളുമെല്ലാം മരിക്കുന്നതിന് മുമ്പ് ഒരു വരി കൂടി പറയും, പുഴുത്ത് മരിക്കുന്നതിന് മുമ്പ് ജഗദീശ്വരൻ നിങ്ങൾക്ക് പുനർവിചിന്തനം ചെയ്യാൻ ഒരവസരം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു രാഷ്ട്രത്തെ മുഴുവനും ഇസ്ലാമീകരിക്കാനും ക്രൈസ്തവവൽക്കരിക്കാനും വിശുദ്ധന്മാരെയും വാഴ്ത്തപ്പെട്ടവരെയും ഉണ്ടാക്കി ന്യൂനപക്ഷ അവകാശവും അവരുടെ ഭരണവും അവരുടെ അധികാര വിനിയോഗവും ദുർവിനിയോഗവും എല്ലാം നടത്തുന്നതിന് നേരെ ഞാനൊന്നും കണ്ടില്ല, ഞങ്ങളൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് ശാന്തമായി ജീവിക്കുന്ന ഹൈന്ദവ ജനതയ്ക്കെതിരെ മാത്രം പ്രവർത്തിക്കുന്നവര് എങ്ങനെ മരിക്കണമെന്ന് പ്രകൃതി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ മരണത്തിന് മുമ്പ് അവർക്ക് പുനർവിചിന്തനം ചെയ്യാൻ ഒരു അവസരം ജഗദീശ്വരൻ കൊടുക്കുമെന്ന് ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും ഈ പുരോഗമനവാദികളും അതുപോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരും ചാവാറാവുമ്പോ ഹിന്ദു ധർമ്മം പറഞ്ഞ് തിരിച്ചു വരുന്നതും അമ്പലങ്ങളിൽ പോകുന്നതും അമ്പലത്തിലെ പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാം ആകുന്നതും പോലെ കാണാൻ സാധിക്കും. അമ്മയെയും അതുപോലെയുള്ള പലതിനെയും അവഹേളിച്ചവര് കഴിഞ്ഞുപോയ ഒരു അധ്യായം വീണ്ടും തുറന്നതല്ല. കഴിഞ്ഞുപോയതിനെ ഇവിടെ എടുത്തു പറഞ്ഞത് ഈ ചാവറയച്ഛനെ വിശുദ്ധനാക്കലും ഏവുപ്രാസ്യാമ്മയെ വിശുദ്ധയാക്കിയതിൻ്റെയും പുറകിലുള്ള അന്ധവിശ്വാസവും ദുരാചാരവും ഒന്ന് പത്രമാധ്യമങ്ങളിലൂടെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തണമെന്ന് പറയുമ്പോൾ പഴയത് ഒന്ന് ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി മാത്രം പഴയത് ചികഞ്ഞു കൊണ്ടുവന്നത് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്വതന്ത്രമായ പത്രപ്രവർത്തനം ഹൈന്ദവ ജനതയെയും ആചാര്യന്മാരെയും അവഹേളിക്കാൻ മാത്രമായി ചുരുക്കിയിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും അതുപോലെയുള്ള ചാനലുകളും മാധ്യമം വണ്ണും കൈരളി ചാനലുമെല്ലാം എന്നെങ്കിലും തിരിച്ചറിയുന്നൊരു കാലമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.